ഹലോ ഗൈസ്, ഈസ് മീ ടോസിക് ഗെയിമർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ സി എസ് റാങ്ക്ഡ് പുഷിങ് വീഡിയോ ആണ് ഗൈസ്. നമ്മൾ ഒറ്റക്കാണ് ഗൈസ് സി എസ് റാങ്ക്ഡ് പുഷിങ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരെ വേറൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കാതെ നേരെ നമുക്ക് ഗെയിം പ്ലേയിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വേറെ ആൻഡ്രോയിഡിൽ കളിക്കാൻ പറ്റുന്ന നല്ല നല്ല ഗെയിംസ് ഉണ്ട്, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതൊക്കെ നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഇവിടെ കളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ കളിയിൽ ആദ്യത്തെ റൗണ്ടിൽ തന്നെ G80 എടുത്തിട്ടുണ്ട്. G80 എടുത്ത് ഇവിടെയൊക്കെ തുള്ളിക്കളിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ആയിട്ട് ഓടിപ്പോകുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ വഴി കൂടെയാണ് എനിമീസ് അടിച്ചുകൊല്ലാൻ പോകുന്നത്. എല്ലാവരും ഇവിടെ തന്നെ വരും എനിമീസ്. അപ്പോൾ നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഒരുത്തൻ ഈ ടാങ്കറിൻ്റെ പുറകിലോട്ട് പോകുന്നുണ്ട്, അപ്പുറത്തെ വശത്ത്. അപ്പോൾ അത് ഇവിടെയാണ് രണ്ടുപേരും. ഞാനാണ് ഇവിടുത്തെ ഒരുത്തനെ ട്രാഗ് ചെയ്തിട്ടാണ്, അവന് കൊണ്ടതുമില്ല. അപ്പോഴത്തേക്കും നമ്മുടെ ടീമേറ്റ് ഒരുത്തനെ അത് ഗുമ്മിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ടീമേറ്റ് ഒരുത്തന് നോക്കായിട്ടുണ്ട്. പിന്നെ ഇവിടെ ടാങ്കറിൻ്റെ പുറകെ ഒരുത്തനുണ്ടായിരുന്നു. അവനെ അടിക്കാകുമ്പോഴത്തേക്കും നമുക്ക് പുറകിൽ നിന്നിട്ട് കിട്ടി. അവന് ഇച്ചിരി ഹിറ്റും കൊടുത്ത് ഞാൻ ഇവിടുത്തെ ടാങ്കറിൻ്റെ നമ്മുടെ ഇവിടുത്തെ ടാങ്കറിൻ്റെ പുറകിൽ നിന്ന് ഹീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ടീമേറ്റ് അവിടെ നിൽപ്പുണ്ട്, പക്ഷെ നമുക്ക് അവനിപ്പോൾ പൊക്കാനുള്ള ടൈമില്ല. അപ്പോഴത്തേക്കും ഞാൻ അവനെ പൊക്കാൻ വേണ്ടി പിന്നെ തിരിച്ചു വന്നപ്പോൾ ഇവിടെ കുറച്ച് എടുക്കും. അവന് കുറച്ച് ഹിറ്റ് കൊടുത്തപ്പോഴത്തേക്കും അവൻ നമ്മളങ്ങ് അടിച്ചിട്ടിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഈ റൗണ്ട് അവർ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് റൗണ്ടായി ഗൈസ്. ഇത് സെക്കൻഡ് റൗണ്ടിൽ നമ്മളൊരു ഡെസേർട്ടുകൾ എടുത്തിട്ടുണ്ട്. ഡെസേർട്ടുകൾ എടുത്ത് ഇവിടെയൊക്കെ നടക്കുവാണ്. ഗൈസ്, പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ആ മണി അങ്ങ് പിടിച്ച് കിലുക്കി ഇടുക ഗൈസ്. ഡെസേർട്ടുകൾ എടുത്ത് നമ്മൾ നേരെ തുള്ളിച്ചാടി പോകുന്നുണ്ട്. നേരെ നമ്മൾ ഈ വീടിൻ്റെ പുറകിൽ നിന്ന് കവറെടുത്ത് ആരെങ്കിലും അടിക്കാമെന്നുള്ള ഇതും കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ജനലിയുടെ കൂട്ടക്കുളത്തിനെ കണ്ടു, പക്ഷെ അവൻ അടിക്കാൻ പറ്റില്ല. നേരെ ഇപ്പോൾ തൊട്ടുന്നപ്പോൾ ഈ ഒരു ഒരുമി നിൽക്കുന്നു. പിന്നെ അവനെ നൈസായിട്ടൊരു വണ്ടാപ്പ് അടിച്ച് അവനങ്ങ് ഫിനിഷാക്കി നോക്കാക്കിയിട്ടുണ്ട്. അപ്പോഴത്തേനും കുറച്ച് പേര് ഇങ്ങോട്ട് ഇപ്പോൾ വരുന്നുണ്ട്. അവനെ വണ്ടാപ്പ് അടിക്കുന്ന അവനെന്നെ നോക്കാക്കി ഗൈസ്. അപ്പോഴത്തേക്കിനും എൻ്റെ ഒരു വേറെ ടീമേറ്റ് എന്നെ നോക്കാക്കി അവനെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ വേറൊരുത്തൻ എന്നെ ഇപ്പോൾ റിവൈവ് ചെയ്യാൻ വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ അവനെ ആരോ അടിച്ചിട്ട് അപ്പോഴത്തേക്കിനും ഇപ്പുറത്തുനിന്ന് വേറൊരുത്തൻ എന്നെ റിവൈവ് ചെയ്യാൻ വന്ന്. അപ്പോഴത്തേക്കിനും അവൻ നേരത്തെ ഞങ്ങളുടെ ടീമേറ്റ് അടിച്ചു കൊള്ളുന്നവനെ ആ എനിമിനെ അങ്ങ് ഇവൻ തീർത്തേച്ച്. അങ്ങനെ ഗൈസ് ഈ ഒരു റൗണ്ട് നമ്മൾ പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇതിപ്പോൾ തേർഡ് റൗണ്ടാണ് ഗൈസ്. മൂന്നാമത്തെ റൗണ്ടിൽ നമ്മളൊരു ഫാമസ് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഗ്ലൂ വാളും പിന്നെ ഒരു ഹെൽമെറ്റും എടുത്തിട്ടുണ്ട്. ഹെൽമെറ്റും ഗ്ലൂ വാളും ഒക്കെ എടുത്ത് നമ്മളിവിടെ നിൽപ്പുണ്ട്. ഇവിടെ എൻ്റെ ടീമേറ്റൊക്കെയാണ് കുറേ എന്തൊക്കെ വെടിവെച്ചൊക്കെ കളിക്കുന്നുണ്ട്. നമുക്ക് ഈ റൗണ്ട് പിടിക്കണമെന്നുള്ളൊരു ഇതിലാണ് നമ്മൾ പോകുന്നത്. നേരെ വെച്ചാൽ മേളിൽ കയറി പോകുന്നുണ്ട്. മേളിൽ കയറിയിട്ട് ഇവിടെ കൂടെ നമ്മൾ ഒളിച്ചേക്കാമെന്ന് പറഞ്ഞാണ് നമ്മൾ പോകുന്നത്. അപ്പോഴത്തേക്കിനും ഞാൻ ഇവിടെ ഒളിച്ചിരിക്കുമായിരുന്നു. ഞാൻ ഇവിടെയൊക്കെ നോക്കുന്നുണ്ട്, ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് ഒളിച്ചിരുന്ന് എപ്പോഴും ഇങ്ങനെ ഞാൻ ഇപ്പോൾ നോക്കുന്ന തൊട്ടുള്ള എനിമീസൊക്കെ വരാറുണ്ട്. അപ്പോൾ അവരെയൊക്കെ അടിച്ചു കൊല്ലാനാണ് പതിവ്. അപ്പോഴത്തേക്കും നമ്മൾ പിന്നെ തിരിഞ്ഞ് നോക്കിയപ്പോൾ ഇവിടെ ഒരു എനിമി. അവനെ നൈസ് അടിച്ചിരി ഹെഡും കൊടുത്ത് അവനെ അങ്ങ് നോക്കാക്കി കില്ല് ചെയ്തിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് കയറി റഷ് ചെയ്യാൻ പോവുകയാണ്. റഷ് ചെയ്തെങ്കിൽ ഇവിടെ നോക്കി കിടപ്പുണ്ട്. അവന് 28 ഹിറ്റും കൊടുത്ത് അവനെ കൊല്ലാൻ പറ്റിയില്ല, ഹിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇവിടെ അടിയായിട്ട് ഇങ്ങോട്ട് വന്നത്തേക്കിനും അവന് ഒരു എനിമി നിൽക്കുന്നു. അവന് ഇച്ചിരി ഹിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗ്ലൂ ആയിട്ട് റഷ് ചെയ്ത് കയറി ചെല്ലുവാണ്. പിന്നെ അവൻ ഇങ്ങോട്ട് വരുന്നതാണ് തോന്നുന്നത്. അപ്പോൾ അവൻ വൂക്കോങ്ങിട്ട് അവൻ അടിക്കാൻ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ അവൻ ഇവിടെ നിൽക്കും. അങ്ങനെ അവന് 226 ഹിറ്റും കൊടുത്ത് നമ്മൾ അവനെ അങ്ങ് കില്ലെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗൈസ് ഈ റൗണ്ട് ഒക്കെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഈ റൗണ്ടിൽ UMP ആയിട്ട് നമ്മുടെ തോക്ക് മാറ്റിയിട്ടുണ്ട്. ഫാമസ് മാറ്റി നമ്മൾ UMP എടുത്തിട്ടുണ്ട് ഗൈസ്. UMP എടുത്ത് നമ്മൾ സിറ്റിയും കാണിക്കുന്ന കണക്ക് ഇവിടെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി കളിക്കുകയാണ്. അങ്ങനെ നമ്മൾ നേരെ എനിമീസ് അടിച്ചു കൊല്ലാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നുണ്ട് ഗൈസ്. നമ്മൾ ഇതിനെ പറ്റി അങ്ങ് റഷ് ചെയ്ത് ആ വീടിൻ്റെ പുറകെ പോയി ഒളിച്ചിന്ന് നമുക്ക് എല്ലാവരും അടിക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ പോവുകയാണ്. പിന്നെ സൈഡിൽ നോക്കുന്നുണ്ട്, ആരെങ്കിലും ആ സൈഡിൽ നിന്ന് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കുവാണ്, അവിടെ ആരെങ്കിലും എനിമീസൊക്കെ ഉണ്ടോയെന്ന്. ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ ഇവിടെ ഒരു എനിമീസും വന്നിട്ടില്ല. അപ്പോൾ നേരെ ഇങ്ങോട്ട് കയറി ഇതിലും വഴി അങ്ങനെ ആരെങ്കിലും എനിമീസ് വരുന്നുണ്ടോയെന്ന് നോക്കാൻ പോവാണ്. അപ്പോഴത്തേക്കും വേറൊരുത്തൻ പോകുന്നു. അവനെ നൈസായിട്ട് ഇച്ചിരി ഹെഡും കൊടുത്തൊക്കെ നോക്കാക്കിയിട്ടുണ്ട്.
ഓർത്ത് അവൻ അപ്പോൾ ചാവത്തില്ല വരും. ചാവത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പം തന്നെ ഭൂക്കവും ഇട്ട്. ആ ഭൂക്കവും ഇട്ട് നോക്കി വേറൊരു ഇനിമി നിൽപ്പുണ്ടായിരുന്നു. അവനിപ്പോൾ നമ്മൾ അടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. അടി ജനാലയിൽ കൂടെ നമ്മൾ ചാടി ഇപ്പോൾ വേറൊരുത്ത കിടക്കുന്നത്. ഞാനോടത്ത് അവിടെ ഇനിമി നിൽക്കുമായിരിക്കും. ഞാൻ പെട്ടെന്ന് ജനാലക്കൂടെ ചാടി ഭൂക്കവും ഇട്ട്. അപ്പോഴത്തേക്കും നമുക്ക് മുകളിൽ നിന്നൊരു ഹിറ്റ് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഹിറ്റ് കിട്ടി. അവൻ താഴത്തോട്ട് ചാടിയിട്ടുണ്ട്. ഞാനത് അവൻ അവിടെ ചാടുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ ചാടി എന്നെ അങ്ങ് നോക്കാക്കി. അടിച്ചങ്ങ് നോക്കാക്കി. അവൻ അടിക്കാൻ ശ്രമിച്ചിട്ട് നമുക്ക് പറ്റിയില്ല. പിന്നെ ഈ ഒരു കളി ആ എനിമിയാണ് എൻ്റെ ടീംമേറ്റിൻ്റെ കളിയാണ് ഗൈസ്. എൻ്റെ ടീംമേറ്റിനെ അവനങ്ങ് അടിച്ചു കൊന്ന് ഈ കളി അങ്ങ് അവരെടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ കളി നമ്മളെ ഇന്ന് നഷ്ടപ്പെട്ട് ഈ കളി നമ്മുടെ എതിർ ടീം അങ്ങ് എടുത്ത് ഗൈസ്. അടുത്ത കളിയായിട്ടുണ്ട്. അടുത്ത റൗണ്ടിലാണ് നമ്മളൊരു UMP എടുത്തിട്ടുണ്ട്, ഒരു ഡെസേർട്ടുകളും എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഗ്ലൂ വാളും ഒരു ഹെൽമെറ്റും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഗ്ലൂ വാളൊക്കെ സെറ്റാക്കി നമ്മളിങ്ങനെ നിൽക്കുവാണ്. UMP ഒക്കെ കൈ പിടിച്ച് നിൽക്കുവാണ്. എന്നിട്ട് നമ്മൾ നേരെ തന്നെ ഇച്ചിരി മൂവ്മെൻറ്റൊക്കെ ഇട്ട് അങ്ങോട്ട് കയറി ചെല്ലുന്നുണ്ട്. കയറി ചെന്നോടനെ തന്നെ അവിടെ എടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവനെ നോക്കാക്കാൻ വേണ്ടി നമ്മൾ എയിം ചെയ്യുന്നുണ്ട്. എയിം ചെയ്തപ്പോൾ അവനൊരു 85 ഹിറ്റ് കിട്ടി. അപ്പോഴത്തേക്കും എവിടെ നിന്നാണെന്ന് അറിയത്തില്ല ഗൈസ്. നമ്മളെ ആരോ അപ്പം തന്നെ അടിച്ച് കൊന്നിട്ടുണ്ട് ഗൈസ്. ആദ്യത്തെ റൗണ്ടിൽ തന്നെ ചാടിത്തുള്ളി പോയി. ആദ്യത്തെ റൗണ്ടിൽ തന്നെ നമ്മൾ ചത്ത് വളർന്നിട്ടുണ്ട് ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ടീമേറ്റിൻ്റെ കളിയാണ്. അവന്മാർ എവിടെയാണെന്ന് അറിയത്തില്ല. എവിടെയൊക്കെ വെടിവെക്കുന്നുണ്ട്, എവിടെയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ വേറൊരു ടീമേറ്റ് ആ ജനാലൊക്കെ അവിടെ ചാടി പുറത്തോട്ട് പോകുന്നുണ്ട്. ആ വീടിൻ്റെ അകത്ത് എനിമി ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്, അറിയത്തില്ല. അവൻ ആ വീടിൻ്റെ അകത്തോട്ട് എയിം ചെയ്യുന്നുണ്ട്. അവിടെ എനിമി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ വേറൊരു ടീമേറ്റ് അവിടെ നോക്കായിട്ടുണ്ട്. അപ്പോൾ ഇവൻ അങ്ങോട്ട് ഓടിച്ചെല്ലുമെന്ന് തോന്നുന്നു. പക്ഷേ ആ ടീമേറ്റ് കില്ലായി കഴിഞ്ഞു ഗൈസ്. അപ്പോഴത്തേ അവിടെ ആയിട്ട് വേറൊരു ടീം നിൽക്കുന്നു. ഇവനാണ് അവനൊരു 38 ഹിറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിന് അവൻ എനിമിയാണ്, ഇവന് നല്ല ഹിറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വേറെ ടീമേറ്റ് ഇവിടെ ഇന്ന് നമ്മുടെ മറ്റേ ടീമേറ്റിനെ അടിക്കുന്നവനെ ഇങ്ങനെ എയിം ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ടീമേറ്റ് അടിക്കാൻ നോക്കിയിരിക്കുന്നത് എനിമിയാണ്. നമ്മുടെ ആ ഒരു ടീമേറ്റിനെ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവൻ്റെ കളി കാണാം ഗൈസ്. അവനെ അടിച്ചിടുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഇവനാണ് ഇതിൻ്റെ പുറകെ ഒളിച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്കിനും മറ്റേ ടീമേറ്റാണ് ഇവനെ അങ്ങ് അടിച്ചു കൊന്ന് ഈ റൗണ്ട് അങ്ങ് അവർ പിന്നെ എടുത്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ റൗണ്ടിൽ തോറ്റിരിക്കുകയാണ്. അങ്ങനെ അടുത്ത കളിയിൽ നമ്മൾ ഡെസേർട്ടുകളും UMP തന്നെ പിന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലൂ വാളും പിന്നെ നമ്മുടെ ഹെൽമെറ്റും ഒക്കെ 3 ലെവലാക്കിയിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി ബ്ലറർ വന്ന് അത് നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ നമ്മൾ UMP ഒക്കെ കൈ പിടിച്ച് ഇച്ചിരി ഫയറൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ ഗ്ലൂ വാളൊക്കെ സെറ്റാക്കി ഓടിപ്പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മളത് ഈ വേലിയുടെ സൈഡിൽ കൂടെ ഓടി അങ്ങ് പോവാണ്. ഓടി ചെല്ലുന്നുണ്ട്. അപ്പോഴത്തേക്കും ആ വീടിൻ്റെ മേളിൽ ഒരുത്തൻ ഇരിക്കുന്ന കാണുന്നുണ്ട്. നമ്മളാണ് അവനെ അടിക്കാൻ നോക്കുന്നത്. ഡെസേർട്ടുകളിന് വണ്ടാപ്പാണ് ട്രൈ ചെയ്യുന്നത്. പക്ഷെ വണ്ടാപ്പ് കയറിയില്ല. 67 ഒരു ഹിറ്റേ കയറിയുള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ വേറൊരു ടീമേറ്റ് അവനെ അങ്ങ് ഗുമ്മി എടുത്തിട്ടുണ്ട് ഗൈസ്. എന്ത് പറയാനാണ്, ടീമേറ്റ് എല്ലാം നമ്മുടെ കില്ലൊക്കെ ഗുമ്മുമാണ്. എനിക്ക് നല്ല ഹിറ്റ് കിട്ടിയോട് നമ്മൾ ഒരു മെഡി കിറ്റ് അടിച്ച് അങ്ങ് ഏതെങ്കിലും എനിമിയെ തപ്പി മുന്നോട്ട് പോവുകയാണ്. ഇവിടെ നിന്ന് ഞാൻ ഓടി ഈ ഒരു നിൽക്കുന്ന എന്തെങ്കിലും ആ മേളിൽ നിന്നുള്ള മേളിൽ 2 എനിമീസ് ഇരിപ്പുണ്ടായിരുന്നു. അവന്മാരുടെ കയ്യിൽ നിന്ന് നല്ല ഹിറ്റ് കിട്ടി ഗൈസ്. അപ്പോഴത്തേക്കും ഞാൻ മാറിയില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ അവിടെ ചത്ത് തന്നെ നോക്കായി വീണേനെ. അതുകൊണ്ട് എനിക്ക് നല്ല ഹിറ്റ് ചെയ്തിരിക്കും. അപ്പോഴത്തേക്കും എൻ്റെ മെഡിയും കിറ്റും തീർന്നു. ഒരു മെഡി കിറ്റ് ഉണ്ടെന്നല്ലോ, അത് അടിച്ചെടുത്ത്. അപ്പോഴത്തേക്കും ഇവിടെ ഫയർ ഇട്ട് ഞാൻ ഇങ്ങനെ EPയും HPയും കൂട്ടുന്നുണ്ട് ചേരത്തേക്ക്. EP HP ഒക്കെ കൂട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ നേരെ ചെല്ലുമ്പോൾ അവിടെ മേളിൽ ഇരുന്ന ഒരു എനിമി ഇവിടെ നോക്കായി കിടപ്പുണ്ട്. പിന്നെ വേറൊരു എനിമി ഇവിടെ കൂടെ ഓടിപ്പോകുന്നുണ്ട്. അവനങ്ങ് കില്ല് ചെയ്യാൻ വണ്ടാപ്പടിച്ച് കില്ല് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവൻ്റെ 90 ഹിറ്റ് കൊടുത്ത് അവനെ അങ്ങ് കില്ല് ചെയ്ത് നമ്മൾ ഈ റൗണ്ട് അങ്ങ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ് ഗൈസ്. നമ്മൾ കംബാക്ക് അടിച്ചിരിക്കുകയാണ്. ഇത് ഫൈനൽ റൗണ്ടാണ് ഗൈസ്. ഇത് എല്ലാം കഴിഞ്ഞ് ഫൈനൽ റൗണ്ടാണ്. ഇതിനകത്ത് നമ്മളൊരു M80 എടുക്കുന്നുണ്ട് ഈ UMPയുടെയും ഡെസേർട്ടുകളുടെയും കൂടെ. പിന്നെ ഒരു ഗ്രനേഡും പിന്നെ 3 ലെവൽ വെസ്റ്റും 3 ലെവൽ ഹെൽമെറ്റും പിന്നെ 3 ഗ്ലൂ വാളും ഒക്കെ എടുത്ത് സെറ്റായിട്ടുണ്ട്. അതായിട്ട് നമ്മൾ നേരെ ഇവിടുന്ന് ആരെങ്കിലും കിട്ടുവാണെങ്കിൽ അവന്മാരെ അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്.
നമ്മളിങ്ങോട്ട് നേരെ ഇച്ചിരി മൂവ്മെൻറ്റൊക്കെ ഇട്ട് കയറി കഴിയുന്നുണ്ട്. അപ്പോഴത്തേക്കിനും ദൂരത്തായിട്ട് എനിമിനെ കാണുകയാണ്, പക്ഷേ ഇപ്പോൾ ആരെയും കണ്ടില്ല നമ്മൾ. പിന്നെ ഇവിടെയൊക്കെ കുറേ തപ്പുന്നുണ്ട്, എനിമീസിനെ ഞാൻ തപ്പി കിടക്കുവാണ്. ആരെങ്കിലും കാണുവാണെങ്കിൽ അടിക്കാമല്ലോ. ഇവിടെയൊക്കെ എനിമീസ് വരേണ്ടതാണ്, പക്ഷെ ആരെയും കാണുന്നില്ല. ഇവരൊക്കെ എവിടെ പോയെന്നറിയത്തില്ല, ആരെയും കാണുന്നില്ല. അപ്പോൾ നമ്മുടെ ടീമേറ്റിന് ചാടി കിട്ടിയിട്ടുണ്ട് ഇച്ചിരി ഹിറ്റ്. ടീമേറ്റിന് ഇച്ചിരി അല്ല നല്ലവണ്ണം ഒരു ഹിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോഴത്തേക്കിനും ഇവിടെ ഒരു M80X കിടക്കുന്നു. പിന്നെ ആ M80X എടുത്തുകൊണ്ട് നമ്മൾ പോയി. നമ്മൾ നേരെ ഈ മൂലക്കിട്ട് വന്ന് നോക്കിയപ്പോൾ ഇവിടെ ആരുമില്ല. പിന്നെ അവിടെ ആ മൂലക്കായിട്ട് ഒരു അടി സ്പോട്ട് ചെയ്ത്. അപ്പോഴത്തേക്കും സോണിയിൽ നിന്ന് ഇറങ്ങി ഒരുത്തമായിരുന്നു. അവനൊരു 67 ഹിറ്റും കൊടുത്ത് 167 നല്ലൊരു പണ്ടാപ്പം കൊടുത്ത് നമ്മൾ അവനെ അങ്ങ് ഫിനിഷാക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്കിനും നമ്മുടെ വേറൊരു ടീമേറ്റ് അവിടെ നോക്കായി കിടപ്പുണ്ട്. അപ്പോൾ അവനെ രക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ട് പോവാണ്. അവനെ രക്ഷിക്കാൻ വേണ്ടി പോയതെങ്കിൽ ഇവിടെ നല്ല ഐഡി. ഇവനടിച്ചു കൊല്ലാൻ വേണ്ടി ആദ്യം ട്രാഗ് ചെയ്ത് കിട്ടിയില്ല, രണ്ടാമത് ട്രാഗ് ചെയ്ത് പിന്നെ പറ്റിയില്ല, മൂന്നാമത് ട്രൈ ചെയ്തപ്പോൾ ഇച്ചിരി ഹെഡും ബോഡി ഷോട്ടും വീണ്. അവൻ ചാവേണ്ടായിരുന്നു, പക്ഷേ ഇവൻ ചത്തില്ല. ഇനി നമ്മൾ വണ്ടാപ്പടിക്കാൻ നോക്കിയാൽ അവൻ ചാവത്തില്ല, നമ്മൾ ചാവുമെന്ന് മനസ്സിലാക്കിയിട്ട് അവൻ വണ്ടാപ്പടിക്കാതെ ബോഡി ഷോട്ട് അങ്ങ് അടിച്ചു വന്ന്. അങ്ങനെ നമ്മൾ ഈ കളി അങ്ങ് ബുയ്യ അടിച്ചിരിക്കുവാണ്, നമ്മൾ ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഇത്രയുള്ള നമ്മുടെ വീഡിയോ. സൈനിങ് ഔട്ട്.